എല്ലാവർക്കും നമസ്തേ. നമ്മുടെ നാട് നമ്മുടെ സമൂഹം ഇപ്പോൾ കടന്നു പോകുന്നത് വളരെയേറെ ഭീതിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ്. 2 ദിവസം മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്, ഒരു യുവാവ്, 23 വയസ്സുള്ള ഒരു യുവാവ് സ്വന്തം മാതാവിനെയും പിതൃസഹോദരൻ്റെ ഭാര്യയെയും സ്വന്തം സഹോദരനെയും സ്നേഹിക്കുന്ന പെൺകുട്ടിയെയും ചുറ്റിക വെച്ച് അതിമാരകമായ രീതിയിൽ അടിച്ചു കൊന്ന കാര്യം. എന്തോ ഭാഗ്യമാകട്ടെ മാതാവ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രം. അങ്ങനെ ഒരു ദാരുണമായ, ഒരു ഭീതിതമായ ഒരു സംഭവം നമ്മൾ കേൾക്കാനിടയായി. അതേപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് വിഭാഗം കുട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടായി. നിസ്സാര കാര്യത്തിൽ സംഘർഷമുണ്ടായി. ട്യൂഷൻ സെൻറ്ററിലെ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായി. നഞ്ചക്കുമൊക്കെ വെച്ച്, ആയുധങ്ങളുമൊക്കെ വെച്ച് ആക്രമിച്ച് ഒരു സഹപാഠിയെ അടിച്ചു കൊന്നു. ഇതൊക്കെ വളരെ നമ്മൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നു, സഹപാഠിയുടെ മൂക്കിടിച്ച് തകർക്കുന്നു, സഹപാഠിയായിട്ടുള്ള പെൺകുട്ടിയെ ഗർഭിണിയാക്കുന്നു. ഇതേപോലെ വളരെ നമ്മൾ ഭയാനകമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് നമ്മൾ പറയുന്നത് മയക്കുമരുന്നാണ്, സിനിമയിലെ അക്രമ രംഗങ്ങൾ സ്വാധീനിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ പഴിചാരുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം ഉപരി ഇതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ മാതാപിതാക്കളാണ്, നമ്മുടെ വ്യവസ്ഥിതിയാണ്, നമ്മുടെ കർത്താക്കളാണ്, അതേപോലൊക്കെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. നമ്മൾക്കറിയാം, പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മലയാള പാഠാവലിയിൽ നൈതികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. അതായത് ശ്രീകൃഷ്ണൻ്റെ കുചേലൻ എന്ന് പറയുന്ന സഹപാഠിയോടുള്ള ആ ഒരു സ്നേഹം, എങ്ങനെയാണ് ഒരു സഹപാഠിയുമായിട്ട് സഹകരിച്ച് പോകേണ്ടതെന്നുള്ളത്, സ്നേഹിക്കേണ്ടത്, സഹായിക്കേണ്ടത് എന്നൊക്കെ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ക്രിസ്തുദേവൻ പറഞ്ഞിരുന്നു, നിൻ്റെ ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുക. തിരിച്ചടിക്കാനല്ല പറയുന്നത്, നിൻ്റെ ഒരു കരണത്തടിച്ചാൽ കരണം കാണിച്ചു കൊടുക്കുക. ശത്രുവിനെ നീ സ്നേഹിക്കുക, അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. അതേപോലെ നബി തിരുമേനിയുടെ കഥകൾ നമ്മൾ അറിയാം. റംസാൻ നോയമ്പ് സമയത്ത് തങ്ങളുടെ സ്വത്തിൻ്റെ ഒരു അംശം ഇല്ലാത്തവർക്ക് ദാനം ചെയ്യുന്ന അത് നബി തിരുമേനി സമൂഹത്തിന് പഠിപ്പിച്ച കാര്യങ്ങൾ. അതേപോലെ നമുക്ക് ഇതിലെല്ലാം ഉപരി നമ്മൾ സ്ഥിരം പഠിച്ചുകൊണ്ടിരുന്നതാണ് ഒരു ശിബി ചക്രവർത്തിയുടെ കഥ. അദ്ദേഹം ദാനശീലനും എല്ലാ രീതിയിലും നല്ല രീതിയിൽ പ്രജാക്ഷേമ തൽപരനായിട്ട് ഭരിച്ചിരുന്ന ഒരു ഭാരത ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീർത്തി അങ്ങ് സ്വർഗത്തിൽ വരെ എത്തുകയും ഈ ദേവേന്ദ്രൻ ഉൾപ്പെടെ ദേവന്മാർക്ക് അദ്ദേഹത്തിൻ്റെ കീർത്തിയെ, അദ്ദേഹത്തിനെക്കുറിച്ച് പരീക്ഷിക്കണമെന്ന് തോന്നി അവർ അഗ്നി ഭഗവാനും ഇന്ദ്രദേവനും കൂടി അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അഗ്നി ഭഗവാൻ ഒരു പ്രാവിൻ്റെ രൂപം കൈക്കൊണ്ട് ചക്രവർത്തിയുടെ സദസ്സിൽ ശിബി മഹാരാജാവിൻ്റെ മടിയിലോട്ട് വന്നിരിക്കുന്നു. അപ്പം പറന്നു വന്നിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്നെ പിടിക്കാൻ ഇന്ദ്രൻ ഒരു പക്ഷിയുടെ, അത് കഴുകനാണോ പരുന്താണോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഇതിലേതോ ഒരു പക്ഷിയുടെ രൂപത്തിൽ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. പരീക്ഷിക്കാൻ വേണ്ടി വരുന്നതാണ് ശിബി മഹാരാജാവിന്. എന്നെ പിടിക്കാൻ, എന്നെ തിന്നാൻ, ഭക്ഷിക്കാൻ ആണ്ടൊരു പരുന്ത് വരുന്നുണ്ട്, എന്നെ രക്ഷിക്കണം, എൻ്റെ ജീവൻ രക്ഷിക്കണമെന്നും പറഞ്ഞ് ശിബി മഹാരാജാവിൻ്റെ മടിയിൽ വന്നിരിക്കുന്നു. ശിബി മഹാരാജാവ് ആ പരുന്തിനെ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഈ പരുന്ത്, അതോ കഴുകനോ, വന്നിട്ട് പറയുന്നു, എനിക്ക് എൻ്റെ ഭക്ഷണമാണ് പ്രാവ്, അതിനെ എനിക്ക് വിട്ടു തരണം എന്ന് പറയുമ്പോൾ ശിബി മഹാരാജാവ് പറഞ്ഞില്ല, നിനക്ക് വേറെ ഭക്ഷണം തരാം, ഇത് എന്നെ ശരണം പ്രാപിച്ച ഇതിനെ എനിക്ക് രക്ഷിക്കേണ്ട കടമ എനിക്കുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പരുന്ത് പറയുന്നു, അതല്ല, ഇത് പ്രകൃതി നിയമമാണ്, എൻ്റെ ഭക്ഷണമാണ് ഈ പ്രാവ്, എനിക്കതിനെ തന്നേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് ധർമ്മത്തിന് വിരുദ്ധമാണെന്ന് പറയുമ്പോൾ
ശിബി മഹാരാജ് പറയുന്നു, ഇല്ല, ഞാൻ അതിനെ രക്ഷിക്കും. അപ്പോൾ പറയും, ശരി, ഈ പ്രാവിൻ്റെ തുല്യ തൂക്കത്തിലുള്ള മാംസം നിൻ്റെ തുടയിൽ നിന്ന് അറുത്ത് തരാൻ പറയുന്നു. ശിബി മഹാരാജ് സമ്മതിക്കുന്നു. പ്രാവിനെ ഒരു ത്രാസിൻ്റെ തട്ടിൽ വെക്കുന്നു, തൻ്റെ തുടയിൽ മാംസം അറുത്ത് വെക്കുന്നു. എന്നിട്ടും പ്രാവിരുന്ന തട്ട് താഴ്ന്നതിന് നിന്ന് അദ്ദേഹം വീണ്ടും ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും മാംസം അറുത്ത് വെക്കുന്നു. എന്നിട്ടും അതിന് തുല്യമാകാതിരുന്നത് കാരണം സ്വയം ത്രാസിൻ്റെ തട്ടിൽ കയറിയിരുന്ന് ആ കഴുകനോട് അല്ലെ പരുന്തിനോട് പറയുന്നു, നീ എന്നെ ഭക്ഷണമാക്കിക്കൊള്ളുന്നു. അത്രമാത്രം ത്യാഗശീലവും വായ്പിനെ കുറിച്ചും ആയിരുന്നു സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് അന്ന് കാരണം നൈതികമായിട്ട് നമ്മൾ പഠിക്കണമായിരുന്നു. ഇത്തരം പഠനങ്ങളിൽ കൂടിയൊക്കെ അത് ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ വേർതിരിവോടുകൂടിയല്ലായിരുന്നു. എല്ലാവരും ഈ കഥകൾ നബി തിരുമേനിയുടെ ആണേലും ക്രിസ്തുദേവൻ്റെ ആണേലും ശ്രീബുദ്ധൻ്റെ ആണേലും കൃഷ്ണൻ്റെ ആണേലും എല്ലാം പഠിച്ചിരുന്നു. അന്ന് എല്ലാവരും ഇത് പഠിച്ച് അവരുടെ എല്ലാം മനസ്സിൽ കാരുണ്യവും ദയാവായ്പും ദാനശീലവും എല്ലാം ഉണ്ടായിരുന്ന ഒരു തലമുറയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ കാലം മാറി, ഇവിടെ ഭരണം പല രീതിയിൽ വന്നു, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നു. പിന്നീട് കമ്മ്യൂണിസം, അതായത് CPM എന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് സത്യത്തിൽ ഇതിനെല്ലാം മാറ്റം വന്നത്. അവർ എന്ത് ചെയ്തു? ഇതെല്ലാം വർഗീയതയാണ്, ഇതൊന്നും പഠിക്കേണ്ട കാര്യമല്ല, ഇത് മതേതരമായിട്ടുള്ള കമ്മ്യൂണിസം വളരണമെന്നുണ്ടെങ്കിൽ ഇത്തരം പഠനങ്ങൾ, ഇത്തരം ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള കാരണം കുഞ്ഞിലെ പഠിക്കുന്നത് നമ്മുടെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നതോടെ നമ്മുടെ ആജീവനാന്തം നമ്മളിൽ നിലനിൽക്കും. ഇതൊഴിവാക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പ്രസ്ഥാനം വളരണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കിയേ കഴിയൂ എന്നുള്ള ഇത് വെച്ചിട്ട് അവർ വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്ന് മാറ്റി. ഇത്തരം നൈതികമായിട്ടുള്ള പഠനങ്ങൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് അവർ ഒളിപ്പോരിനെക്കുറിച്ചും വിപ്ലവങ്ങളെക്കുറിച്ചും എല്ലാം പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ചെറുതിലെ ഈ വിപ്ലവം എന്ന് പറഞ്ഞാൽ അറിയാം, അത് അക്രമമാണ്. വിപ്ലവത്തിൽ കൂടി ഒരു സ്ഥലത്ത് അധികാരം, സോവിയറ്റ് റഷ്യയിലും ചൈനയിലും ക്യൂബയിലും ഒക്കെ വിപ്ലവത്തിൽ കൂടി അധികാരം പിടിച്ച് എടുക്കുന്ന കാര്യമൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾ ഈ അക്രമം അത്ര തെറ്റല്ല എന്നുള്ള രീതിയിൽ കുഞ്ഞിലെ പഠിച്ചു തുടങ്ങി. അതോടൊപ്പം തന്നെ ഈ ഒരു വിപ്ലവ നേതാക്കന്മാരെ കുറിച്ച്, വൈദേശികരായിട്ടുള്ള വിപ്ലവ നേതാക്കന്മാർ, അതിന് നല്ലൊരു ഉദാഹരണമാണ് ചെഗുവേര. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ എപ്പോഴും ഒരു സിഗാറ് കാണും. ആ സിഗാറും കത്തിച്ച് ഇങ്ങനെ പുകച്ച് വിടുന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിനെ അവരുടെ വീരപരിവേഷം കൊടുത്ത് അവരുടെ നേതാവായിട്ട് അവർ കൊണ്ടു നടക്കുന്നു. ഇവരുടെ വാഹനങ്ങളിലാകട്ടെ കൂറകളിലാകട്ടെ ഈ ഒരു ചിത്രമാണ് എപ്പോഴും കൊണ്ടു നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരക്കാരെ നേതാക്കളായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, സമൂഹത്തിന് മുന്നിലോട്ട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ശീലങ്ങളും നല്ലതാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും, നമ്മുടെ യുവതയ്ക്ക് തോന്നും. അത് സ്വാഭാവികം, അവരെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. അപ്പോൾ ഈ മയക്കുമരുന്നോ മദ്യപാനമോ ചുരുട്ടുവലിയൊന്നും അത് പാപമല്ല എന്നുള്ളത്, അത് തെറ്റല്ല എന്നുള്ള ഒരു ചിന്ത യുവതയുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. അപ്പോൾ അതാണ് നമ്മുടെ ഈ സത്യത്തിൽ ഇതേപോലുള്ള സിനിമയെക്കാട്ടിലൊക്കെ കൂടുതൽ യുവാക്കളെ സ്വാധീനിക്കാൻ കാരണം. ഇതൊക്കെ മാറി നമുക്ക് പഴയ നൈതികതയെക്കുറിച്ച് നമ്മൾ പഠിച്ച് ആ ഒരു സ്നേഹവും ത്യാഗവും വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലെത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം വരികയുള്ളൂ. അത് ക്രിസ്തുദേവനാകട്ടെ, നബി തിരുമേനിയാകട്ടെ, ശ്രീകൃഷ്ണനാകട്ടെ, ബുദ്ധഭഗവാനാകട്ടെ, ആരെയും നമ്മൾ അതിനെ ഉപയോഗിക്കുക. അവരുടെ എല്ലാം കഥകൾ നമ്മുടെ എല്ലാം ജാതി മതങ്ങൾക്ക് അതീതമായി ഇവരെക്കുറിച്ചെല്ലാം പഠിക്കുക. ഇവരുടെ ത്യാഗശീലവും സ്നേഹവും ദയാവായ്പെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എത്തിച്ചു കൊടുക്കുക. നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇത്തരം വിപ്ലവകാരികളുടെ കഥകളും കൂടി പഠിപ്പിച്ചോട്ടെ. ഏതാണ് വേണ്ടതെന്ന് കുട്ടികൾ തിരഞ്ഞെടുക്കട്ടെ. അല്ലാതെ ഇതേപോലുള്ള നൈതികമായിട്ടുള്ളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തലമുറ ഒരു സമൂഹം തീർത്തും ഇതേപോലുള്ള അക്രമോത്സുകമായിട്ടുള്ള
രീതിയിലേക്ക് മാറും എന്നുള്ളത് ഉറപ്പാണ്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ഭരിക്കിച്ചോളൂ, നിങ്ങൾ രാഷ്ട്രീയത്തിലിറങ്ങിക്കോളൂ, പക്ഷേ ഇതിലൊക്കെ ഉപരി നമ്മുടേതായിട്ടൊരു സംസ്കാരം, നമ്മുടേതായിട്ടുള്ള രാജ്യത്തിൻ്റെ ഒരു സംസ്കാരം പണ്ടുണ്ടായിരുന്നു, അതിനെ തച്ച് തകർക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ വിപ്ലവം പഠിപ്പിച്ചോളൂ, ഈ നേതാക്കന്മാരെക്കുറിച്ച് പഠിച്ചോളൂ. നിങ്ങൾക്ക് തന്നെ എത്രയോ ഭാരതീയരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെക്കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചോളൂ. നിങ്ങളുടെ പേര് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്, ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്നാണ് നിങ്ങൾ പേരിട്ടിരിക്കുന്നത്. വെറും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, അല്ലെന്നുണ്ട് ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇന്ത്യക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെക്കുറിച്ച് പഠിപ്പിച്ചുകൊള്ളൂ. ഇത്തരം പ്രതീകങ്ങളെ നിങ്ങൾ ചെറുപ്പക്കാരുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാതെ നമ്മുടെ ദേശത്തിൻ്റെ പാരമ്പര്യവും നമ്മുടെ ദേശത്തിൻ്റെ സംസ്കാരവും ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇന്ന് നമ്മുടെ ഈ കേരള സംസ്ഥാനവും കേരളീയ സമൂഹവും അഭിമുഖീകരിക്കുന്ന നേരിടുന്ന ഈ വിപത്തുകളിൽ നിന്ന് നമുക്ക് ഈ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചാണ് രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, രാഷ്ട്രീയം ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സമൂഹത്തിന് ആ ഒരു പഴയ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ദയാവായ്പിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു മാനസികമായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളെന്നല്ല, നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കുക. അത് രാഷ്ട്രീയം മാറ്റി വെച്ച് കമ്മ്യൂണിസ്റ്റുകാരനോ BJPക്കാരനോ കോൺഗ്രസ്സുകാരനോ മുസ്ലിം ലീഗുകാരനോ ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ, എല്ലാവരും ഒത്തുചേർന്ന് നമ്മുടെ ഇന്ന് ഈ സമൂഹം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. അതിന് ചെയ്യാവുന്നതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ല സിനിമയെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കുകയല്ല. സിനിമയാണ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ലഘൂകരിക്കുകയല്ല ചെയ്യേണ്ടത്. സിനിമയും ഇതേപോലെ തന്നെ സ്വാധീനിക്കുന്നുണ്ട് ഒരു പരിധി വരെ. പക്ഷേ അതിലും കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കും ഇതേപോലുള്ള കാര്യങ്ങളാണ്. സിനിമയാണ് ഇതേപോലെ അക്രമങ്ങൾക്ക് ഏക കാരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കാട്ടി കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാകേണ്ടത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്ന അവിടുത്തെ പ്രത്യേകിച്ച് വിജയുടെയൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നും അതിനകത്തിൽ അവിടെ തമിഴ്നാട്ടിൽ ഇങ്ങനെ അങ്ങ് അക്രമങ്ങൾ നടക്കുന്നുണ്ടോ, കുട്ടികൾ തമ്മിൽ മരിക്കുന്നുണ്ടോ, കൊല്ലുന്നുണ്ടോ? ഇല്ല. അപ്പം സിനിമയെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. ഈ മയക്കുമരുന്ന് എത്രമാത്രം മാരകമാണോ അതേപോലെ തന്നെ മാരകമാണ് നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കിവിട്ട, അവരുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിവിട്ട ഈ ദയാവായ്പ, ത്യാഗശീലം, സഹജീവി സ്നേഹം, ഇതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒഴിവാക്കിവിട്ടതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾക്ക് അറിയാം, ശ്രീരാമൻ്റെ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു രാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, ഒരു ഭരണാധികാരി എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അതൊക്കെ സ്കൂളിൽ നമ്മൾ കൊച്ചിലെ പഠിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുസ്തകങ്ങളൊന്നുമില്ല. പ്രജയുടെ താല്പര്യം, പ്രജയുടെ അഭിപ്രായം അനുസരിച്ച് സ്വന്തം വ്യക്തി ജീവിതം പോലും ത്യജിച്ച് മാതൃക കാണിച്ചതാണ്. നമ്മൾ പറയും മര്യാദാ പുരുഷോത്തമൻ എന്നാണ് ശ്രീരാമനെ പറയാറുള്ളത്. ഇതേപോലുള്ള കഥകൾ നമ്മൾ ചെറുപ്പത്തിലെ ഇപ്പം ഹൈന്ദവരുടെ കഥകൾ മാത്രമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുദേവൻ്റെ കഥകളുണ്ട്, നബി തിരുമേനിയുടെ കഥകളുണ്ട്. ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ വീണ്ടും പഴയ രീതിയിൽ തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായം പഴയ രീതിയിലേക്ക് തിരിച്ചെത്തിച്ചുകൊണ്ട് ശാസ്ത്രം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതേപോലുള്ള നൈതികമായിട്ടുള്ള കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മൾ ചെറുപ്പത്തിലെ കുത്തിവെച്ച് കൊടുക്കുക. നേരത്തെ പറഞ്ഞ ചുട്ടയിലെ ശീലമാണ് ചുടല വരെ എന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ കുഞ്ഞിലെ നമ്മുടെ മനസ്സിൽ എന്ത് വേരുറച്ച് പോകുന്നുണ്ടോ മുതിർന്നു കഴിയുമ്പോഴും അത് ആ രീതിയിലായിരിക്കും നമ്മുടെ പ്രവൃത്തിയും പെരുമാറ്റം. അതുകൊണ്ട് അന്ധമായ രാഷ്ട്രീയമോ ഈ മറ്റ് ചിന്തകളോ മാറ്റി വെച്ചുകൊണ്ട്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതലും ഇതിന് എതിരാവാൻ കാരണം നമുക്കെല്ലാം അറിയാം. കൂടുതലും ഹൈന്ദവമായിട്ടുള്ള ഈ നൈതികമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പുസ്തകങ്ങളിൽ കൂടുതലുണ്ടായിരുന്നത്. കവിതയായാലും കഥകളായാലും സാഹിത്യമായാലും അത് ഭാരതീയ ദാർശനികതയിൽ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. അതാണ് CPM ഇതിനെ ഇല്ലാതാക്കാൻ കാരണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഹൈന്ദവമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലുള്ളത് കൊണ്ടാണ് അവരതിനെ
ഒഴിവാക്കിയത്. അതില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ രീതിയിലുള്ള കാര്യമായിട്ട് മുന്നോട്ട് പോയനേമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പഴയ ഒരു മാനസികാവസ്ഥയിൽ, അതായത് സഹജീവി സ്നേഹം, ഇതേപോലുള്ള കാര്യങ്ങൾ, ദയാവായ്പ, ഇതേപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ചെയ്യുക. അതിനായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. നമ്മുടെ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. പണ്ട് കാലത്ത് നമ്മുടെ അമ്മൂമ്മമാർ കൊച്ചുമക്കൾക്ക് കഥകളും ഇതേപോലുള്ള നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്ന അങ്ങനെ ഒരു സാഹചര്യമില്ല. മുത്തശ്ശി കഥകളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യമില്ല. ഇപ്പം കുടുംബങ്ങൾ അണുകുടുംബങ്ങളായി. മുതിർന്ന മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ അവരെ എങ്ങനെയും കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒരു ഈ വയോജന കേന്ദ്രത്തിൽ കൊണ്ട് വിടാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പം അങ്ങനെ പോലും ഒരു സാഹചര്യം ഇല്ലാത്തപ്പോൾ നമ്മൾ മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിച്ച് തങ്ങളുടെ കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശമൊക്കെ ലഭിക്കുന്ന കാര്യത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുക എങ്കിലൊക്കെ മാത്രമേ നമ്മുടെ ഇന്നത്തെ ഈ സമൂഹം അനുഭവിക്കുന്ന, സമൂഹം നേരിടുന്ന ഈ ഇത്തരം ഈ വിപത്തുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ, നമ്മുടെ സമൂഹത്തിനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതിനായി നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. അതുമാത്രമേ ഉള്ളൂ കരണീയം. അതുകൊണ്ട് മാത്രമേ നമ്മുടെ സമൂഹം രക്ഷപ്പെടുകയുള്ളൂ, നമ്മുടെ നാടിന് രക്ഷപ്പെടുകയുള്ളൂ. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.